യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ. ഞാനും പാസ്റ്റർ ശ്രീ ടിനു ജോർജുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി സ്ഥിരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് മുതൽ ഞങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ബന്ധം ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെയധികം ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പാസ്റ്റർ ടിനു ജോർജിന്റെ എല്ലാ ഫോളോവേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. പ്രൈസ് ലോർഡ്. ഞാൻ സംഗീത സംവിധായകൻ മോഹൻ സിത്താര. സത്യം പറഞ്ഞാൽ 2016 എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത വർഷമായിരുന്നു. ഞാൻ എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ യേശുവിനെ അറിഞ്ഞ വർഷമാണ് 2016. എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. ശരിക്കും അതിന് കാരണക്കാരൻ ടിനു പാസ്റ്ററായിരുന്നു. ടിനു പാസ്റ്ററിൻ്റെ എല്ലാ ഫോളോവേഴ്സിനും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. പ്രാർത്ഥനയിലൂടെ നമുക്ക് സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് സമാധാനത്തിന് വേണ്ടിയാണ്. ഞാനൊരു തെരഞ്ഞെടുപ്പ് വന്ന സമയത്തും ഇനി മത്സരിക്കേണ്ട എന്നൊരു നിലപാട്, ഇനി രാഷ്ട്രീയം, കാരണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ മാത്രം തന്ന രാഷ്ട്രീയം, അതിന് വേണ്ട എന്നാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നിലപാട് ഞാൻ ടിനു ജോർജ് പാസ്റ്ററോടും പറഞ്ഞു. പാസ്റ്റർ എന്നെ കാണാൻ വന്നു, കുറേ നേരം പ്രാർത്ഥിച്ചു. പാസ്റ്റർ ബൈബിളിലെ പല ഭാഗങ്ങളും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒടുവിൽ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ വായിക്കുന്ന ബൈബിൾ എടുത്ത് വായിക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു പേജ് തുറന്നു. ആ പേജ് തുറക്കുമ്പോൾ ഞാൻ കണ്ടത്, യഹോവ നിന്റെ വലതുവശം നിന്ന് നിന്നെ നടത്തുമെന്ന്, നിന്റെ കരങ്ങൾ പിടിച്ച് നിന്നെ നടത്തും, നിനക്ക് കാലിടറുകയില്ല. അപ്പം ഞാൻ ഈ രംഗത്ത് നിൽക്കണമെന്ന് ദൈവം തീരുമാനിച്ചു എന്നതുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും മത്സരിച്ചത്. അവിടെ നമ്മളെല്ലാവരും കേട്ടതാണ്, പ്രാർത്ഥനയിൽ ടിനു ജോർജ് പാസ്റ്റർ പറഞ്ഞു 23,000 മേളിലൊരു ഒരു സംഖ്യ ഞാൻ കാണുന്നു എന്നാണ്. ശരിക്കും ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുതമാണ് എന്ന്, ദൈവപുത്രന്റെ അനുഗ്രഹമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ടിനു ജോർജ് പാസ്റ്ററുടെ ചർച്ചിൽ പ്രയറിന് വരുന്ന എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ഞാൻ ആശംസിക്കുകയാണ്. നമസ്കാരം, ഞാൻ ശ്രീശാന്ത്. പാസ്റ്റർ ടിനുവിന്റെ ശരിക്കും പറഞ്ഞ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുമാത്രമല്ല, എൻ്റെ ലൈഫിൽ, എൻ്റെ ഫാമിലി ഫുൾ ലൈഫിൽ കുറേ ചേഞ്ചസ് പാസ്റ്റർ കാരണം വളരെ ഡിഫറെന്റ് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി എൻ്റെ ടഫ് ടൈംസ് ചെയ്യുന്ന ഇപ്പോഴും, ഈവൻ റൈറ്റ് നൗ ഞാനിപ്പോൾ എന്നോട് സംസാരിക്കുമ്പോഴും എൻ്റെ ലൈഫിലുള്ള ഓരോരോ മാറ്റങ്ങൾ നേരത്തെ കണ്ട് എന്നോട് പ്രവചിച്ച് എന്നെ വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു നല്ല സന്ദർഭത്തിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 2013 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എന്റെ കുടുംബം അനുഭവിച്ച ദുരിതങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ. ആ ടൈമിലാണ് പാസ്റ്ററിനെ ഒരു ഫോൺ വിളിക്കുകയുണ്ടായി. അന്ന് പാസ്റ്റർ പറഞ്ഞിരുന്നു, കാരണം എത്രത്തോളം വെൻ ഗോഡ് ഇസ് വിത്ത് യു നോബഡി ക്യാൻ ബി അഗൻസ്റ്റ് യു. അത് കറക്റ്റാണ്. കാരണം അന്ന് വൈകുന്നേരം ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് 26 ഡേയ്സ് ആയിട്ട് ബെയിൽ കിട്ടാണ്ട് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കുടുംബവും എന്റെ കൂട്ടുകാരും, അതുപോലെ നിങ്ങളിപ്പോ നാട്ടുകാരും ഞാൻ കാരണങ്ങളാൽ ചൂഷണപ്പെടുന്നു. അപ്പോൾ അതിലെല്ലാം നിന്നും മാറണമെങ്കിൽ ആ ബെയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷെ പാസ്റ്റർ വളരെ കോൺഫിഡൻസ് ആയിട്ട് ഫോൺ ചെയ്ത് പറയുകയുണ്ടായി, ശ്രീശാന്ത് നാളെ എല്ലാം ശരിയാവും, തിരിച്ച് വരും, നാളെ വൈകുന്നേരം വീട്ടിലെത്തും എന്നൊക്കെ. അത് കറക്റ്റായിട്ട് ദൈവാനുഗ്രഹം. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിന്റെ എല്ലാ
എന്ത് ചെയ്താലും അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആവട്ടെ എന്ന് എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും വേണം. അപ്പം എന്തായാലും നിങ്ങളുടെ എല്ലാവരെയും ഈ ഒരു ദിനത്തിൽ എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നമസ്കാരം, ഞാൻ ശ്രീശാന്തിന്റെ അമ്മയാണ്. പാസ്റ്റർ ടിനു ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള പ്രാർത്ഥനയും എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവമുള്ളവരായിരിക്കും. ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ അദ്ദേഹത്തെ പറ്റി ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാലും അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിന് ശ്രീശാന്തിന് വേണ്ടി മാത്രമല്ല, എന്റെ മറ്റു മക്കൾക്കും ഞങ്ങൾക്കുണ്ടായ ഓരോ പ്രതിസന്ധികളിലും പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് എപ്പോഴും അതിന്റെ സൊല്യൂഷൻസ്, അതിനെന്ത് ചെയ്യണം അമ്മയെന്ന് വിളിച്ചു പറയുന്ന എന്റെ പ്രിയപ്പെട്ട മകനാണ് ടിനു. അദ്ദേഹം നടത്തുന്ന ഈ പുതിയ ഈ ചടങ്ങിൽ ഞാൻ എല്ലാ ആശീർവാദങ്ങളും നൽകുന്നു. പിന്നെ ഹാപ്പി ന്യൂ ഇയർ ടു everyone in attending this function and all over India. നമസ്തേ, ഞാൻ ഷാജി കൈലാസ്, വൈഫ് ചിത്ര, നിങ്ങളുടെ ആനി, റൂഷിൻ, ജഗൻ, ഷാരോൺ. ഞങ്ങളുടെ ലൈഫ് സിനിമാക്കാരനെന്നുള്ള രീതിയിലും ഞങ്ങളുടെ ലൈഫിലൊരു കയറ്റം ഇറക്കങ്ങളെല്ലാം ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ മുന്നിൽ തന്നെ നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ പരാജയപ്പെടുമ്പോഴോ ഒക്കെ ഒരു വിഷമം ഉണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കത്തുള്ളൂ, നമ്മൾ ദൈവമേ ഇത് ഇങ്ങനെ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു. അപ്പോൾ ആ നിമിഷം അല്ലെങ്കിൽ അതിനൊരു മണിക്കൂറുകൾക്കുള്ളിൽ ഒരു കോൾ വരും. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു കോളാണ് പാസ്റ്റർ ടിനു ജോർജ്. ഞങ്ങൾ തന്നെ ആ നിമിഷം അയ്യോ ഈശ്വര, ഒരു ദൈവവിളി പോലെ അദ്ദേഹത്തിന്റെ ഒരു കോളാണ് വരുന്നത്. എന്താ ഷായി സാറേ അവിടെ എങ്ങനെയുണ്ട്, ഇപ്പോഴത്തേക്കുണ്ട്, ഞാൻ പ്രാർത്ഥിക്കും, എന്തോ വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടും. അയ്യോ ദൈവം ഇതെങ്ങനെ അറിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വേവ് ലെങ്ത്, ഒരു ഭയങ്കര ഒരു എനർജി, എന്തോ ഒരു പാസ്, ഒരു ദൈവത്തിന്റെ ഒരു വിളി പോലെ അദ്ദേഹത്തിന്റെ ഒരു ഓർക്കാപ്പുറത്തൊരു വിളി വരികയും അദ്ദേഹത്തിന് ആ സമയത്ത് ടെലിഫോൺ വഴി തന്നെ ഒരു പ്രാർത്ഥന തന്ന് ഞങ്ങൾക്ക് വീണ്ടും നമുക്ക് എനർജി തന്നുകൊണ്ടിരിക്കും. പാസ്റ്ററെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വാക്കുകളുണ്ട്. ഒരു വാക്കിലൊന്നും ഒതുങ്ങുന്നതല്ല. പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ പറയുന്ന നേരം പോലും എനിക്ക് തികയുകയില്ല. പാസ്റ്ററിനെ പരിചയപ്പെടുന്നത് തന്നെ ഞാൻ എന്റെ അനിയത്തിയിൽ കൂടിയാണ് ഞാൻ പരിചയപ്പെടുന്നത് തന്നെ. പാസ്റ്ററിനെ ശരിക്കും എന്താ പറയാ, മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും, നമുക്ക് ഒരുപാട് പ്രയാസങ്ങളോടുകൂടിയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ പാസ്റ്റർ ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിന് ശരിക്കും ഒരു ആശ്വാസമായിരുന്നു. ഭയങ്കര ഒരു വിൽ പവർ തന്ന്, ദൈവത്തിന്റെ ഒരുപാട് മെസ്സേജസ് തന്ന് നമ്മുടെ ഒരുപാട് എന്താ പറയാ ബലപ്പെടുത്തി എടുത്താണ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും പാസ്റ്ററിനെ എനിക്ക് മറക്കാനൊക്കുകയല്ല. ഞങ്ങളുടെ കുടുംബത്തിന് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഞങ്ങളെ നേർവഴിക്ക് നടത്തുകയും ബലപ്പെടുത്തുകയും ദൈവത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങൾക്ക് ആശ്വാസം പകർന്നു തരികയും ഒക്കെ ചെയ്തതാണ് പാസ്റ്റർ. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് മറക്കാനൊക്കുകയല്ല. പാസ്റ്ററിനും ഉപരി എനിക്ക് ശരിക്കും എന്റെ ഒരു അനിയനെ കൂട്ട് തന്നെയാണ്. അതേപോലെയാണ് എന്നെയും കാണുന്നതും. ഒരുപാട് ആശ്വാസമാണ് പാസ്റ്റർ. പാസ്റ്റർ ടിനു ജോർജിന്റെ എല്ലാ ഫോളോവേഴ്സിനും എന്റെയും എന്റെ കുടുംബത്തിന് എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. I want to bring greetings to you in Jesus' name. I want to say thank you to Pastor Tinu George, his family, and the church. I want to greet you in this coming year of 2017. I pray that God will bless you abundantly. The God we serve is a good God. And I promise you, as you are faithful to God in this year, in 2016, as you enter 2017, I pray that you will see the prosperity and the blessing of God. The God who said, I will never leave you nor forsake you. I want you to trust Him, hold on to God, and see the blessing of God in your life. We serve a good God. So I want to challenge you in this 2017 to walk with God, be faithful to God, and see His blessing in your life. The one who has called us is faithful, and you got to be faithful to God. Where God has planted you, be faithful. Where God has established you, be faithful. It's easy to walk away and miss the blessing of God in your life. Do not do it, but walk with God, walk with the man of God God has connected you
to, and you will see the blessing of the Lord in your life. So I pray the blessing of the Lord upon your life, that you will abound, that you will see the greatness of God in your life. I pray in 2017 you will come out of poverty. I pray that you will come out of sickness. I pray that you will come out of every bondage in your life, and you will see the abounding blessing of the Lord in your life. Because the God I serve is not a God of custom and nashtam. I always say that. But the God is a God of blessing. So I want to encourage you. 2017, let it be a great year in your life. Let it be a year of blessing. So start speaking, start prophesying that 2017 shall be a great year. So we want to wish you as a family, we are settled in UK, and we want to wish you that you will have a blessed and a happy, great year in your life. I pray God will protect you, and you will see the blessing of God, that you will glorify His name. May God bless you. Thank you for allowing us to speak to you this day, that we can say to you that God will bless you as you serve Him faithfully, and especially 2017, you will see the hand of the Lord in your life. God bless you. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ സുഭാഷ് ജോർജ്, കേരള പോലീസ് ഡെപ്യൂട്ടി കമാൻഡറായി ജോലി നോക്കുന്നു. പാസ്റ്റർ ടിനു ജോർജിൻ്റെ TV പ്രോഗ്രാം എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം കാണാറുണ്ട്. അതിലൂടെ അനേകം പേരെ യേശുവിലേക്ക് ആകർഷിക്കുവാനും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനും ദൈവം കൊടുത്ത എല്ലാ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിലൂടെ, ആ പ്രോഗ്രാം വാച്ച് ചെയ്യുന്നതിലൂടെ അനേകം പേർ സൗഖ്യമാവുകയും അതിലൂടെ യേശുനാമം വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നവർക്ക് ഞാൻ സ്തുതിക്കുന്നു. പാസ്റ്റർ ടിനു ജോർജിൻ്റെ സുവിശേഷ പ്രവർത്തനക്കും ആ ഗ്രൂപ്പിനും എൻ്റെ എല്ലാവിധ ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. എൽ ഷദായ് മിനിസ്ട്രീസിലെ സകല സഹോദരി സഹോദരന്മാർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. എൻ്റെ പേര് PG വർഗീസ്, ഡൽഹിയിലുള്ള ഒരു ഉപദേശി. ഇതെൻ്റെ ഭാര്യ ലില്ലി. ഇതെൻ്റെ രണ്ടാമത്തെ മകൻ ബ്ലസൻ വർഗീസ്, ലണ്ടനിലെ ഒരു പാസ്റ്ററാണ്. അവൻ്റെ ഭാര്യ ഗ്രേസ് റേച്ചൽ. അവർക്ക് 2 മക്കളാണ്. ഒന്ന് മൂത്തത് ജെസിക, രണ്ടാമത്തേത് ജെറമയ. ഏറ്റവും ഇളയ മകൻ റേ വർഗീസ് ബാംഗ്ലൂരിലാണ്. അവൻ്റെ ഭാര്യ അനുഷ. അവർക്കൊരു കുഞ്ഞാണ്, കാലേ. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോട് സംസാരിക്കുവാനും ഈ 2017 നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുവാനും ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ വർഷങ്ങളായിട്ട് ഞാൻ പാസ്റ്റർ ടിനു ജോർജിനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരെയും അവരുടെ എല്ലാം സഭകളിൽ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എൽ ഷദായ് മിനിസ്ട്രീസിനെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പലരെയും ശ്രദ്ധിക്കും. ആദ്യം കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും ഇവർ വീണുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ടിനു ജോർജിന്റെ TV പ്രോഗ്രാമാണ് ഞാൻ ആദ്യം കാണുന്നത്. അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു, ദൈവം തെരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ്. ഓരോ കാലയളവിലും ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ചിലരെ തെരഞ്ഞെടുക്കും. ഏലിയാവ്, എലിഷ, പൗലോസ്, ഇവരെല്ലാം അക്കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന വേല വളരെ വിശ്വസ്തയോടെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ചില ചെറുപ്പക്കാര് വളർന്നു വരുമ്പോൾ അവർ ഉൽക്കകൾ പോലെയാണ്, അല്ലേ, കത്തി വീഴുന്ന നക്ഷത്രം പോലെ. എന്നാൽ ടിനു ജോർജ് അങ്ങനെയല്ല. ആറ്റടിക്കത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, നല്ല തേക്കുതടി പോലെ, വേദപുസ്തകത്തിനകത്ത് വേരൂന്നി ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുന്ന ചെറുപ്പക്കാർ. അദ്ദേഹത്തിന്റെ വേറൊരു ഗുണം ഞാൻ കണ്ടത്, അദ്ദേഹം അനേകം പേരെ വേലയ്ക്ക് പ്രോത്സാഹിപ്പിക്കും. അനേകം പേര് ചെയ്യത്തില്ല. ഒരു പറയും അവിടെ ഇരുന്നാട്ടെ, നീ അവിടെ ഇരുന്നാൽ മതി. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നത് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. അദ്ദേഹത്തിന്റെ വചനം കേൾക്കുവാൻ, അദ്ദേഹത്തിൽ നിന്ന് വചനം പഠിക്കുവാൻ, അദ്ദേഹത്തിന്റെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുന്നത് അനുഭവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തന്നല്ലോ. ഈ 2017 അദ്ദേഹത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 2017 വളർച്ചയുടെ വർഷമാണ്. ഞാൻ ഭാവന കാണിക്കാൻ അല്ല, ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. നിങ്ങൾ എന്തായിരിക്കുന്നു അതായിരിക്കത്തില്ല. 2017 ഈ എൽ ഷദായ് മിനിസ്ട്രി എന്തായിരിക്കുന്നു അതായിരിക്കത്തില്ല. അനേകം ശാഖകളുണ്ടാകും. നിങ്ങൾ വളരും, ഉയരും, നിങ്ങൾ പൂക്കും, കായ്ക്കും, ഫലം പുറപ്പെടുവിക്കും. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആമേൻ. അനുഗ്രഹം പ്രാപിക്കണം കേട്ടോ. കർത്താവിന്റെ ദാസനോട് കൂടെ നിങ്ങൾ നിൽക്കണം. ഒരു മനുഷ്യന്റെ ബലം, എന്റെ ബലം എവിടെയാണെന്നറിയോ? ഞാനല്ല, എന്റെ കൂടെ നിൽക്കുന്നവരാണ്. അവരുടെ വിശ്വസ്തത കാരണം ഞാൻ ഉറങ്ങുമ്പോഴും അവർ പ്രവർത്തിക്കുന്നു. അത് കാരണം ഞങ്ങളുടെ വേല വളരെ വലുതാകുന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളുടെയും കർത്താവിന്റെ ദാസന്റെ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസന്റെ കൈ തളർന്നു പോയാൽ
ആ കൈ ഉയർത്തിപ്പിടിക്കുക, പറയുക, സാരമില്ല, അങ്ങേക്ക് പോകാൻ ഒക്കാത്തടത്ത് ഞാൻ പോകാം, ഞാൻ കൂടെ ഇരിക്കാം. ഈ വേല അനുഗ്രഹം പ്രാപിക്കട്ടെ, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. 2019 ആകുമ്പോഴത്തേക്ക് ഞാൻ വാക്ക് പറയുകയാണ്, ഡിസംബർ 31 ആകുമ്പോഴത്തേക്ക് ഈ വേല വളരെ വിശാലമായിട്ട് പടരും, ഉയരും, വേരൂന്നി ഫലം കായ്ക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് ബ്ലസ് യു ആൻഡ് ബ്ലസ് യു.